ഗുരു ഓം. നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ. പ്രയാസങ്ങളുടെ കാലം എന്ന അധ്യായം, ഭാഗം 1. അനാഥരോ ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വന്നവരുമായ 20-ലധികം അന്തേവാസികൾ, മരപ്പണി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, സംസ്കൃതത്തിനൊരാൾ, ചിത്രമെഴുത്ത് പഠിപ്പിക്കാൻ ഒരു ആർട്ടിസ്റ്റ്, മറ്റെല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്ന ഈ ലേഖകൻ, ഇങ്ങനെ 4 അധ്യാപകർ. വിറക് വെട്ടാനും വെള്ളം കോരാനും പാചകം ചെയ്യാനും പണിക്കാരില്ലാത്ത അവസ്ഥ, എപ്പോഴെങ്കിലും കിട്ടുന്ന അല്പമായ വരുമാനം, ഇതെല്ലാം ചേർന്ന ആവശ്യങ്ങളുടേതായ അഗാധ സമുദ്രത്തിൽ കൂടിയാണ് 1923 മുതൽ 1926 വരെ ഗുരുകുല നൗക തുഴഞ്ഞു പോയത്. ദാരിദ്ര്യം, പരിസര ശുചിത്വമില്ലായ്മ, രോഗം, കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടു പോവുക, ദുഷ്പേര്, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് ഞങ്ങളുടെ സകല കഴിവും മുൻകരുതലും ആവശ്യമായി വന്നു. നൗക പിന്നെയും നീങ്ങിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ പേമാരി പെയ്തു. അനുകൂലമായും പ്രതികൂലമായും കൊടുങ്കാറ്റ് വീശി. അങ്ങനെ അത് സംസാര സമുദ്രത്തിലെ പ്രതികൂലതയെയും ആഹ്ലാദകരമായ സാഹസികതയെയും തരണം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. ആഹ്ലാദത്തിൻ്റെ ആവേശം അനന്തമാണെന്ന് തോന്നി. അതുപോലെ തന്നെ അനിവാര്യമായി വന്ന ദുർഘടങ്ങൾ അതിൻ്റെ മറുവശത്തും കാണായി. ഇവ രണ്ടും നിയതി നമുക്കായി നിശ്ചയിക്കുന്ന തരത്തിൽ പരസ്പരം കാഠിന്യം പരിഹരിച്ചുകൊണ്ട് ഇരുപുറവും നിൽക്കുന്ന ഉഭയഭാവിത സ്വഭാവത്തോട് കൂടിയതാണ്. അങ്ങനെ ജീവിതത്തെ ആകവേ നോക്കുമ്പോൾ വ്യക്തിപരമായ പ്രത്യേക ഉദ്യമത്തിന് ജീവിതയാത്രയിൽ നന്നേ കുറഞ്ഞ സ്ഥാനമേയുള്ളൂ. നിരന്തരമായ പ്രപഞ്ച സംഭവഗതിയിലെ വേലിയേറ്റം ഓരോ വ്യക്തിയെയും തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കടലിലെഴും തിര പോലെ ഉയർന്നും അമർന്നും ആ വേലിയേറ്റത്തിൻ്റെ തിങ്ങി വിങ്ങുന്ന അനസ്യൂതതയിൽ നാം നമ്മുടേതായ പങ്കു വഹിക്കുന്നു എന്ന് മാത്രം. ദുരന്തത്തെ ജയിക്കുന്നു എന്ന ഉപാധ്യായം. ഒരു കിനാവ് കൊണ്ട് നേരം വെളുക്കുകയില്ല. വാനമ്പാടി എത്ര നീട്ടിപ്പാടിയാലും വസന്തമാവുകയില്ല. എത്ര ഉറക്കെ പാടിയാലും ഒരുവൻ പുറപ്പെടുവിക്കുന്ന രോദനം ജീവിതത്തിൻ്റെ സമസ്തതയുടെ ഇടനാഴികളിൽ മുഴങ്ങിക്കേൾക്കുന്ന നിഗൂഢമായ ധ്വനികളുടെയും പ്രതിധ്വനികളുടെയും ഉള്ളിൽ ഒന്നുമല്ലാതായിത്തീരുന്നു. പ്രകൃതിയെ കീഴടക്കി എന്ന് അഹംഭാവം കൊള്ളുന്ന മനുഷ്യൻ അവൻ്റെ അമ്പരചുംബികളായ സൗധങ്ങളും നീണ്ട പാലങ്ങളും രാജവീഥികളും ഭൂഗർഭവീഥികളും അണക്കെട്ടുകളും എല്ലാം കൊണ്ട് പ്രകൃതിയുടെ തൊലി പുറത്ത് ചെന്ന് ചുരണ്ടി നോക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് പലപ്പോഴും വിസ്മരിച്ച് കളയുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഒരു രാക്ഷസനെ പോലെ തന്നെ ചുരണ്ടി നോക്കുന്ന ഈ കൊച്ചു ലില്ലിപ്പുട്ടുകളെ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും പ്രകൃതി ഞെരിച്ചു കളയാം. ഈ വെല്ലുവിളിയെ ഒരു പുഞ്ചിരിയോടെ നേരിടണമെങ്കിൽ അല്പം ഉന്മത്തത ആവശ്യമാണ്. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇതെല്ലാം എങ്ങനെ സാധിച്ചു എന്ന് അത്ഭുതം തോന്നുന്നത്. എന്നാൽ പ്രായം ചെന്ന് ശക്തി ക്ഷയിക്കുന്ന കാലത്ത്, യൗവനകാലത്ത് ഊർജ്ജസ്വലമായ ആദർശനിഷ്ഠയുടെ വർണ്ണോജ്വലമായ അന്തസത്ത നഷ്ടപ്പെട്ടു പോകുന്നു. സ്റ്റോറിൻ്റെ മൂലയിൽ ചാരിവെച്ച അരിച്ചാക്ക് വിശക്കുന്ന 24 വയറുകളെ 10 ദിവസം പോറ്റിക്കഴിയുമ്പോൾ കാലിയാകുന്നത് രാവിലെ ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ എന്നെ പലപ്പോഴും ദൈവഭയത്തിന് അധീനനാക്കിയിട്ടുണ്ട്. പക്ഷേ ആ കഴിഞ്ഞുപോയ ഉറക്കം മധുരമായിരുന്നു. നഗ്ന യാഥാർത്ഥ്യങ്ങളുടെ വിധര അനുഭവങ്ങൾക്ക് പരിഹാരമായ മധുര സ്വപ്നങ്ങൾ കാണാൻ അതെന്നെ സഹായിച്ചു. മായ ചിലപ്പോൾ ചണ്ഡിയായ ഒരു ദേവിയാണ്, എന്നാൽ പലപ്പോഴും പരിരക്ഷ നൽകുന്ന ഭഗവതിയുമാണ്, താലോലിക്കുന്ന ജനനിയുമാണ്. ഇത്തരം ഉദാത്തമായ ചിന്തയ്ക്ക് മാത്രമേ അതീവ സരളമായൊരു ജീവിതത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കാനാകൂ. അങ്ങനെ സമീകരിക്കപ്പെട്ട് സമസ്തവും സമ്യക്കായി മുന്നേറുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയുള്ളതാണ്. എന്നാൽ കളങ്കമറ്റ ദുരന്തമോ
രക്തസാക്ഷിത്വമോ എന്ന നിലയിൽ യാതനയെപ്പോലും ആസ്വാദ്യമാക്കാൻ കഴിയുന്നു എന്ന അത്ഭുതകരമായ വിരോധ പ്രതിഭാസമാണ് ആത്മാഭിമാനത്തിൻ്റെ പിന്നിലുള്ള ഇരുണ്ടതെങ്കിലും വെട്ടിത്തിളങ്ങുന്ന സ്വഭാവവിശേഷം. അതില്ലാത്ത ആത്മാഭിമാനം ജീവിതത്തെ ശൂന്യവും നിഷ്പ്രയോജനവുമാക്കും. ഇങ്ങനെ നോക്കിയാൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വെളിവായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെങ്കിലും തിരസ്കരിക്കപ്പെടേണ്ടതാണെന്നോ അഭികാമ്യമെന്ന നിലയിൽ സ്വീകരിക്കപ്പെടേണ്ടതാണെന്നോ കരുതാനാവില്ല. ഇതെല്ലാം നമ്മുടെ സ്വഭാവരചനയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ദാർശനിക ഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മാത്രം. എല്ലാം ദൈവനിശ്ചയം എന്ന വിശ്വാസത്തിൻ്റെയും വീരസാഹസിക പ്രവണതയുടെയും ഇടയിൽപ്പെട്ട് ജീവിതം സദാ മുന്നോട്ടു പോകുന്നു. കുത്തിയൊഴുകുന്ന ഒരു നദിയിൽപ്പെട്ട് ചിലപ്പോൾ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്കും മറ്റ് ചിലപ്പോൾ തിരിച്ചും സഞ്ചരിക്കുന്ന ഒരു വൻ മത്സ്യം പോലെ ഒന്നിന് പിന്നിൽ ഒന്നായി ഉയർന്നു വരുന്ന അനിവാര്യതയുടെയും എതിർച്ഛയാ സംഭവിക്കാവുന്നതിൻ്റെയും ഇടയിൽപ്പെട്ട് ജീവിതം നീങ്ങുകയാണ്. സംഭൂതിയുടെ സർഗശക്തി ഒരു തേരാണ്. എല്ലാറ്റിനെയും ഞെരിച്ചു കളയുന്നതാണ് അതിൻ്റെ ചക്രം. എന്നാൽ ചൈതന്യം അനിയതമായ വിജയം വരിച്ച് മുന്നേറും. അതാണ് ജീവിത തേരോട്ടത്തിൻ്റെ സ്വഭാവം. തെരുവ് തെണ്ടൽ എന്ന ഉപാധ്യായം. അന്നന്നത്തേക്കുള്ള അഷ്ടിക്ക് വകയില്ലാതായി. എന്നിട്ടും ഗുരുകുല പരീക്ഷണം അതിൻ്റെ വിധുരമായ പര്യവസാനത്തിലെത്തുന്നത് കാണാൻ തന്നെ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തു. അവസാനം ജീവസന്ധാരണം എന്ന വെറും അനിവാര്യതയുടെ പേരിൽ പരിവ്രാജകരെ പോലെ ഞങ്ങൾ തെരുവിലിറങ്ങി. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വീട്ടിൻ്റെ മൂലയിൽ ആർക്കും വേണ്ടാതെ ഒരു വയലിൻ ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരുന്നു. ആ തന്തി പൊട്ടിയ വയലിൻ ഞാൻ സ്വന്തമാക്കി. ഒരു ഭാഗവതരുടെ ശുഷ്കാന്തിയോടെ തന്തികളിൽ വില്ലോടിച്ച് വായന തുടങ്ങി. ഒരു ഫിഡിൽ വിദഗ്ധനാകണമെന്നാണ് സ്വപ്നം. അതൊട്ട് സംഭവിച്ചതുമില്ല. വില്ലോടിക്കുന്നതിൽ എല്ലാ വിലാസങ്ങളും കാണിച്ചു. ആരോഹണോ അവരോഹണങ്ങളും താരോച്ഛങ്ങളും പിടിക്കാൻ വിരലുകളും ഓടിച്ചു. എന്നിട്ടും ഉള്ളിൽ ഭാവന ചെയ്ത രാഗം മാത്രം തന്തികളിൽ കൂടി പുറത്തു വരുന്നില്ല. എന്നെ ഗാഢമായി ആകർഷിച്ചിട്ടുള്ള ഒരു വിനോദമായിരുന്നു അത്. ആരെങ്കിലും പാടിയാൽ പക്കം വായിക്കുന്നതിനുള്ള പാടവം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അതിന് പാട്ടുകാരൻ്റെ സ്വരസഞ്ചാരത്തെ തുടർന്നു കൊണ്ടാൽ മതിയല്ലോ. തനിയെ അഭ്യസിച്ചതായക കൊണ്ട് എൻ്റെ വായനാരീതിയിൽ നിരവധി പോരായ്മകളുണ്ടായിരുന്നു. എന്നാൽ ഭാവവും പിടുത്തവും ഒന്നും വിടാതെ പല സന്ദർഭങ്ങളിലും കാര്യം നടത്തിയിട്ടുമുണ്ട്. തെരുവ് തെണ്ടാൻ നിർബന്ധിതനായപ്പോൾ ഫിഡിൽക്കാരൻ ഞാനായിരുന്നു. ഞങ്ങളുടെ സംഘം എല്ലാത്തരക്കാരും ചേർന്നതാണ്. സംഗീതജ്ഞാന ലേശമില്ലാത്തവരും ഭേദപ്പെട്ടവരും എല്ലാം ഉണ്ടതിൽ. അതിലുണ്ടായിരുന്ന സ്വാമിദാസ് പിൽക്കാലത്ത് ആത്മഹത്യ ചെയ്തു. അയാളായിരുന്നു ഞങ്ങളുടെ മൃദംഗക്കാരൻ. മൃദംഗം തോളിൽ തൂക്കിക്കൊണ്ട് നടന്ന് അയാൾ വായിക്കും. മറ്റൊന്ന് വിജയനാണ്. കേരളത്തിലെ പാവപ്പെട്ട കൃഷിക്കാരുടെ ഇടയിൽ ജനിച്ച ഒരു കറുമ്പൻ. ചെമ്പിൽ കൊട്ടുമ്പോഴുള്ള ശബ്ദമാണവന്. അതായിരുന്നു അവൻ്റെ അനുഗ്രഹം. 5 കട്ട ശ്രുതിക്ക് അനായാസമായി അവൻ പാടും. മറ്റൊരു കുട്ടി 10 വയസ്സ് പ്രായമെത്തി കാണില്ല. അവന് കുറേ കൂടി ഉച്ചസ്ഥായിയിൽ പാടാൻ കഴിയും. അവനെയും വഴിയിൽ നിന്ന് കിട്ടിയതാണ്. പഴയ കുപ്പുസ്വാമി എന്ന പേരിന് പകരം ഭഗവത് പ്രസാദ് എന്ന് ഞങ്ങൾ പേരിട്ടു. പിൽക്കാലത്ത് അവൻ നല്ലൊരു സംഗീതജ്ഞനായി. സംഗീതകലയിൽ തികഞ്ഞ പാടവം സമ്പാദിക്കാൻ കഴിഞ്ഞ ഒരു സംഘം ശിഷ്യന്മാരുടെ ഗുരുവുമായി. ഷാൺ മാതുരനാണ് ഞങ്ങളുടെ സംഘത്തിൻ്റെ മുൻപന്തിയിൽ. കാഴ്ചയിലും ശരീരത്തിലും അവനുള്ള മേന്മയാണതിന് കാരണം. സ്വതസിദ്ധമായ നാദഗുണത്താൽ ആരെയും വശീകരിക്കാൻ അവന് കഴിയും. പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് ശ്വാസകോശത്തിൽ രോഗം ബാധിച്ച് അവൻ കാലധർമ്മം പ്രാപിച്ചു. ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ള നാടകങ്ങളിലെല്ലാം നായികയുടെ വേഷം കെട്ടിയത് അവനാണ്. മുക്തകണ്ഠമായ പ്രശംസയും അഭിനന്ദനങ്ങളുമെല്ലാം ആ വഴിക്ക് അവന് ലഭിച്ചു. അതിൻ്റെ ചില ബാഹ്യപ്രകടനങ്ങൾ ഒരു അധ്യാപകനെന്ന നിലയിൽ എനിക്ക് ശല്യമായും തീർന്നിട്ടുണ്ട്. പറഞ്ഞു വന്ന കഥ തുടരുക. മരപ്പണി അധ്യാപകൻ കോരു ഇലത്താളമടിച്ചു. ഞാൻ ഫിഡിൽ വായിച്ചു.
പട്ടണത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. പിച്ചക്കാർക്കുണ്ടായിരിക്കേണ്ട ഒരു ഗൗരവഭാവം ഞങ്ങളുടെ മുഖത്തുണ്ട്. മന്ദഹാസം പിച്ചക്കാരനുള്ളതല്ല. ഞങ്ങളുടെ ആദ്യ സംരംഭം വിജയമായത് ഇപ്പോൾ പ്രോത്സാഹനം നൽകിയിരിക്കുകയാണ്. ഈ പിച്ചയെടുക്കലിന് പുറമെ വീടുകളിൽ ഏൽപ്പിച്ചിട്ടുള്ള വഞ്ചിപ്പെട്ടികളിൽ നിന്ന്, പിടിയരിക്കുടങ്ങളിൽ നിന്നുമുള്ള വരവുമായി. ഈ യാചന എളുപ്പത്തിൽ വേറെ വഴിക്ക് വികസിച്ചു. ബുദ്ധചരിതം ഹരികഥാ കാലക്ഷേപ രൂപത്തിൽ എഴുതിയുണ്ടാക്കി. അതിനിടയിൽ നൃത്തവും തിരികെ ചേർത്തു. തളയും വളയുമെല്ലാം അണിഞ്ഞ് ഈ നൃത്തത്തിൽ കൊച്ചനായ നാരായണൻ ശോഭിച്ചു. വിശേഷിച്ചും പീലി തിരുമുടിയും മണിക്കിരീടവുമെല്ലാം അണിഞ്ഞ ശ്രീകൃഷ്ണൻ്റെ വേഷത്തിൽ. ഉടനെ തന്നെ മറ്റൊരു കഥ ഞങ്ങൾ എഴുതിയുണ്ടാക്കി. നാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം. ഗുരു തന്നെ രചിച്ച സുബ്രഹ്മണ്യ സ്തോത്രത്തിലെ മനോജ്ഞങ്ങളായ പദ്യങ്ങളും അതിൽ തിരുകി ചേർത്തു. അത് സുബ്രഹ്മണ്യനെ വെയിലും നിലാവും വിഴുങ്ങി കനലൊളി നടുവിൽ കാലുമൂന്നി പിടിച്ച മയിലിന്മേലാടുന്ന ഉണ്ണിയായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലം എന്ന ഉപപാഠം. ഇതെല്ലാം കൂടി പുതിയൊരു ബഹിർഗമന മാർഗം ഞങ്ങൾക്ക് തുറന്നു കാട്ടിത്തന്നു. കേവലം കാലയാപനത്തിനുള്ള മാർഗത്തിൽ നിന്ന് പ്രതീക്ഷാനിർഭരവും രസകരവുമായ സർഗാത്മക രൂപത്തിലേക്ക് അത് ഉയർന്നു. മുഖങ്ങളിൽ കണ്ട മ്ലാനതയുടെ പിന്നിൽ സർഗശക്തിയുടെ രസസ്ഫൂർത്തി അമർന്നിരിക്കുന്നതായി കാണായി. ഞങ്ങളിൽ ഓരോ ആളിൻ്റെയും വിദൂരഭാവി ആശയ്ക്ക് വക നൽകുന്ന പല സാധ്യതകളും നിറഞ്ഞതാണെന്ന് മനസ്സിലായി. വഴികാട്ടി സഹായിക്കാൻ വേണ്ടി ദൈവത്തോട് ഞങ്ങൾ സമൂഹ പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നെങ്കിലും കഷ്ടകാലം ഇനിയും തീർന്നില്ല. ചിലപ്പോൾ ഈ പ്രാർത്ഥന നടത്തിയത് 20 പേരെയും അഭിമുഖം നോക്കാൻ സാധിക്കാത്ത വിധം പുറം തിരിച്ച് വരിയായിരുത്തിയാണ്. പരസ്പരം നോക്കിയാൽ വല്ല സാംക്രമിക വികാരങ്ങളും അവരെ ബാധിച്ചെങ്കിലോ? ഹൃദയപൂർവം ഞങ്ങൾ നടത്തിയ പ്രാർത്ഥന ദൈവം ചെവിക്കൊണ്ട് കാണാതിരിക്കുകയില്ല. എന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹം വന്നത് വളരെ സാവകാശമായിരുന്നു. ഒരു സമയം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃപയ്ക്ക് അതുവരെ അർഹരായിരുന്നില്ലെന്നും വരാം. അങ്ങനെ ഞങ്ങൾ സമാശ്വസിച്ചു. അതുപോലെ സമാശ്വാസം നൽകുന്നതായിരുന്നു മീമാംസകരുടെ സിദ്ധാന്തവും. ഞങ്ങളുടെ പ്രാർത്ഥനയിലെയും പ്രവൃത്തികളിലെയും അപൂർവ ഘടകം അവയുടെ ഫലപ്രാപ്തി അദൃഷ്ടത്തിൻ്റെ ലോകത്തിൽ പോയി വലയം പ്രാപിക്കത്തക്കവണ്ണം വിശിഷ്ടമായിരുന്നു എന്നതും അത് പരമ്പൊരുളിൻ്റെ നിഗൂഢതയെ വെളിവാക്കുന്നു എന്നതുമായിരുന്നു. പ്രാർത്ഥനയും അതിൻ്റെ ഫലവും തമ്മിൽ ബന്ധിക്കുന്നത് പരമ്പൊരുളിൻ്റെ നിഗൂഢ ഗംഭീരാന്ധകാര ഗർഭത്തിലെങ്ങോ ആണ്. അത് മനുഷ്യൻ്റെ ബോധതലത്തിൽ ജാഗ്രത്തിൻ്റെയും സുഷുപ്തിയുടെയും ഇടയിൽ തെളിഞ്ഞും മറഞ്ഞും വിളങ്ങാം. അനന്താകാശത്തിൽ അലഞ്ഞു നടക്കുന്ന ഈ ചെറുഗോളത്തിലെ നിസ്സാരനായ മനുഷ്യൻ ചെറിയ ചില്ലറകളായി നൽകിയത് മുഴുവൻ കൈക്കൊണ്ടിട്ട് ഒരൊറ്റ സ്വർണ്ണ നാണയമായി തിരികെ കൊടുക്കുന്നു. പ്രപഞ്ച സംവിധാനത്തിലെ നിരപേക്ഷ നിയമം അനുശാസിക്കും പ്രകാരം കൃത്യബോധത്തോടെ അത് തൻ്റെ ചക്രം തിരിക്കുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ പ്രാർത്ഥന കൈക്കൊണ്ടത് പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായിട്ടാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആ കൊച്ചു ഫാക്ടറി കെട്ടിടം ഉൾപ്പെടെ 5 ഏക്കർ സ്ഥലം വിൽക്കാൻ നിർബന്ധിതനായി. 500ഓളം ഏക്കർ ഒരുമിച്ച് വാങ്ങുന്ന ആദായ കുതുകികളായ ആവശ്യക്കാർ ഗുരുകുലം നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടുത്തിയേ തോട്ടം വിലയ്ക്ക് വാങ്ങൂ എന്ന് ശഠിച്ചു. 1 മാസത്തിനുള്ളിൽ അന്തേവാസികൾക്കെല്ലാം വേറെ പാർപ്പിടമുണ്ടാക്കണം. അതല്ലെങ്കിൽ തല ചായ്ക്കാൻ ഇടമില്ലാത്ത പരിതസ്ഥിതി എല്ലാവരും കൂടി അഭിമുഖീകരിക്കണം. 1-ാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.